നമസ്കാരം. ആരോഗ്യം നിലനിർത്തുവാനും ആരോഗ്യം സംരക്ഷിക്കുവാനും ഡോക്ടർമാർ അത്യന്താപേക്ഷിതമാണ്. അതേപോലെ തന്നെയാണ് മെഡിക്കൽ എക്യുപ്മെൻസുകളും. മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻസുകൾ സെയിൽ ചെയ്യുന്ന കേരളത്തിലെ ഏറെ പ്രശസ്തമായ ഒരു ഗ്രൂപ്പിനൊപ്പമാണ് ഞാനെന്നുള്ളത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ലൈവ് ടിവിയുടെ എൻ്റയർ മീഡിയ ടീമിൻ്റെ ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം സംക്രാന്തി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണ് അറിയണ്ടേ? പറയാം, കമാൺ. ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സിഇഒയും ഫൗണ്ടറുമായ ബഹുമാന്യനായ ജസീർ സാറാണ് എന്നോടൊപ്പം ഉള്ളത്. സാറിന് പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സാറേ, എന്താണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ്? ക്രിസ്റ്റൽ ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ ഞങ്ങൾ 2017 ക്രിസ്റ്റൽ ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ചെറിയൊരു ഓക്കുപ്പേഷനിൽ സ്റ്റാർട്ട് ചെയ്തൊരു ഫേമാണ്. ഇന്നിപ്പോൾ 2026 കേരളത്തിലെ ഏറ്റവും വലിയ ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയൊരു ഫേമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സാറിനെ തിരക്കി വന്നത്. അതിലൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോട്ടയത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്നതല്ല ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പ്. നമ്മൾ ആദ്യം ക്രിസ്റ്റൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന സ്ഥാപനമാണ് സ്റ്റാർട്ട് ചെയ്തത് 2017. പിന്നെ അത് കണ്ണൂരിലേക്ക് എക്സ്പാൻഷൻ ചെയ്തു, പിന്നെ കാലിക്കറ്റിലേക്ക് എക്സ്പാൻഷൻ ചെയ്തു, മലപ്പുറം, കൊല്ലം, അങ്ങനെ ഇപ്പോൾ മൊത്തത്തിലുള്ള ഒരു ടീമിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ഗ്രൂപ്പായിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാം അണ്ടർ ക്രിസ്റ്റൽ ഗ്രൂപ്പ്. ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു പ്രൈസിങ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുക. എങ്ങനെ പ്രൈസിങ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഇറ്റ്സ് എ പ്യൂർലി ക്വാണ്ടിറ്റി ഓറിയൻറ്റഡ് ബിസിനസ്. നമ്മളിപ്പോൾ 1 വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റീൻ്റെ പ്രൈസ് ആയിരിക്കില്ല 10 വാങ്ങിക്കുന്നു, മേ ബി 100 വാങ്ങിക്കുന്നു, മേ ബി 1000 വാങ്ങിക്കുന്നു. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് നമ്മളെ കസ്റ്റമറിലേക്ക് എത്തിക്കുക, അതാണ് നമ്മളൊരു കീ അച്ചീവ്മെൻറ്റ്. അല്ല, എന്നോട് എൻ്റെ 1-2 സുഹൃത്തുക്കൾ പറഞ്ഞ് ഇവിടെ നിന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങിയപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വിലക്കുറവാണ്, അതേപോലെ തന്നെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നു. അതൊക്കെ എങ്ങനെ സാധ്യമാകും? അത് ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരു സാധനം വിറ്റ് പോവുക എന്നതിലുപരി നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ഒരു അഡ്വാൻറ്റേജ്. ഞാൻ പറഞ്ഞല്ലോ, ക്വാണ്ടിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പ്രൈസിങ് ഓൾറെഡി കസ്റ്റമേഴ്സ് കൊടുത്തു. പിന്നെ ഈ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ഏറ്റവും ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റിങ്ങിലായാലും പലതിലും കാണുന്നതാണ് വൺ ടൈം പർച്ചേസ് ചെയ്യുക, പിന്നെ അത് യൂസ് ചെയ്യുന്നിടത്തോളം യൂസ് ചെയ്യുക, പിന്നെ ഡിസ്കാർഡ് ചെയ്യുക. പക്ഷേ ഇത്രയും വില കൊടുത്ത് സാധനം വാങ്ങിക്കുമ്പോൾ അതിന് നല്ല സർവീസ് കൊടുക്കുക എന്നുള്ള കൺസെപ്റ്റാണ് ഞങ്ങൾക്ക് പ്യൂർലി പറയുന്നത്. 5 lakhs സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ്. ഞാൻ ലാസ്റ്റ് ഇയർ നമ്മൾ ക്രോസ് ചെയ്ത് more than 60 CR ആണ് കേരളത്തിൽ മാത്രം. അപ്പോൾ അത് ഇത്രയും വൈഡനിങ്ങിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ നല്ല സർവീസ് കൊടുക്കുക, നല്ല ഡെഡിക്കേറ്റഡ് സർവീസ് കൊടുക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ പല ആൾക്കാർക്കും മൗത്ത് ടു മൗത്ത് പറഞ്ഞ് പബ്ലിസിറ്റി നമ്മൾ വേറെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് പരസ്യത്തിൻ്റെ ആവശ്യമില്ല, ഈസി ആയിട്ട് നമുക്ക്. അതുപോലെ കസ്റ്റമേഴ്സ് നമ്മൾ ലബോറട്ടറി ആണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മൾ ഇത്ര കാലം ചെയ്തു. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് നമ്മൾ ഓൺ ബിൽഡിങ്ങിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ പബ്ലിക്കിനും കൂടി ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി കൊടുത്തത്. അതായത് സർജിക്കൽസ് എല്ലാം, അതുപോലെ പേഷ്യൻ്റ് മോണിറ്റേഴ്സ്, ബെഡ് സൈഡ് എക്യുപ്മെൻറ്റ്സ് എല്ലാം, പിന്നെ ഈ പറയുന്ന ഹോം കെയർ പ്രൊഡക്ട്സ് ലൈക്ക് ഈ ഡയപ്പേഴ്സ്, നാപ്കിൻസ്, ഈ വാട്ടെവർ എന്തൊക്കെ നമുക്കൊരു ഹ്യൂമൻ ബീയിങ്ങിന് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് വേണം, വിത്തൗട്ട് ഫാർമസി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് മികച്ച ടീം സാറിൻ്റെ ഒപ്പമുണ്ട്. ടെക്നീഷ്യൻ ആയിക്കോട്ടെ, മറ്റ് സർവീസ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, അവരെ ഒരു കോൺഫിഡൻറ്റ് അതെങ്ങനെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ ഒരു വൺ മാൻ ഷോ ബിസിനസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ലോലി ആഡ് ചെയ്ത് ഇന്നിപ്പോൾ എനിക്ക് ഹൃദയം തുറന്ന് പറയാൻ പറ്റുമോ, ഒരു 120 എംപ്ലോയീസ് ഉണ്ട് എനിക്ക് കേരളത്തിൽ. അതിൽ 38 പേര് പ്യുവർലി ഡെഡിക്കേറ്റഡ് ഫോർ എൻജിനീയേഴ്സാണ്. ഇവർക്കും നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ അവർ എന്താണോ ഉദ്ദേശിക്കുന്നത് അതേപോലെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസിൽ നമുക്ക് സ്റ്റാഫുകൾ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് കണ്ണടച്ച് അവരെ ഏൽപ്പിച്ച് പോകാൻ പറ്റും ഈ സ്ഥാപനം. കാരണം അവരുടെ സ്വന്തം സ്ഥാപനം പോലെയാണ് അവർ നോക്കുന്നത്. അത് നമ്മൾക്ക് അവർക്ക് പേ ഔട്ട് കൊടുക്കുന്നതിനേക്കാൾ ഉപരി നല്ല ഫ്രണ്ട്ലി ആയി അവരോട് വർക്ക് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതുപോലെ ട്രെയിനിങ്ങും അവർക്ക് ഇപ്പോൾ ഏത് ഫേമിൽ വന്നാലും നമ്മൾ ആദ്യം ഒരു 1 to 2 weeks ഇവിടെ ട്രെയിനിങ് ചെയ്തിട്ട് അവരെ പബ്ലിക്കിൻ്റെ അടുത്തേക്ക്, മീൻസ് നമ്മളെ കസ്റ്റമർ എൻഡിലേക്ക് പറഞ്ഞു വിടാറുള്ളൂ. ശരി, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക, അത്രയും ചെയ്യാൻ പറ്റുള്ളൂ. അതിനേക്കാൾ ഉപരി നമ്മൾ അവർക്കും പറഞ്ഞു കൊടുക്കുന്നത് കസ്റ്റമർ ഈസ് ദ കിങ്. അതെ,
അവർക്ക് നല്ല സർവീസ് കൊടുക്കുക. ഞങ്ങളെ ട്രീറ്റ് കസ്റ്റമറാണ് രാജാവ്, അത് സത്യമാണ്. അവരാണ് നമ്മളെ കിങ്. അപ്പോൾ അവർക്ക് വേണ്ട അവരുടെ റിക്വയർമെൻറ്റ് എന്താണോ അവർക്ക് നല്ല സർവീസ് കൊടുക്കുക. ആ സർവീസ് കൊടുക്കുന്നതിനോടൊപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സെയിൽ ഇൻക്രീസ് ചെയ്ത് വരും. അവരുടെ സന്തോഷമാണ് വിജയം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പബ്ലിക്കിലാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ റീറ്റെയിൽ സ്റ്റാർട്ട് ചെയ്തത് നല്ല ഫീഡ്ബാക്കാണ്. കാരണം അവർ എല്ലാ ആൾക്കാരും ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ല പ്രൈസിങ്ങിന് ഇവിടുന്ന് സാധനം കൊടുക്കും. അതുപോലെ അവർക്ക് എന്ത് പ്രോബ്ലം ഉണ്ടായാലും നമ്മൾ വിത്തിൻ എ മൊമെൻറ്റ് അവർക്ക് റീപ്ലേസ്മെൻറ്റ് നമുക്ക് ഇൻ ഹൗസ് സർവീസ്, ലോജിസ്റ്റിക്സ്, വെയർ ഹൗസ് എന്തൊക്കെ വേണോ എല്ലാം ഈ കൂടെ കീഴിലാണ്. എനിക്ക് തോന്നുന്നു സ്ഥാപനത്തിൻ്റെ ഏറ്റവും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടേക്ക് ഓർഡർ തരുന്നത് ആ കൃത്യസമയത്ത് തന്നെ താങ്കളത് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. മാക്സിമം നമ്മുടെ റീച്ചബിലിറ്റി 24 hour-ആണ്. അതായത് കേരളത്തിൽ എവിടെയാണെങ്കിലും കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ ആണെങ്കിലും നമ്മൾ പറയുന്നത് 24 hour-ആണ്. അതിൽ നിന്ന് നമ്മൾ അതുപോലെ സർവീസ് നമ്മൾ പറയുന്നത് 6 hours-ആണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അത് എങ്ങനെയെങ്കിലും ആയിട്ട് തീർക്കും. നമുക്ക് ഓൺ വെഹിക്കിൾസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി സ്റ്റാഫുകളിലാണ് ഇഷ്ടംപോലെ സ്റ്റാഫുകളുണ്ട്. ഇനി നമുക്ക് ബ്രാഞ്ചസും കൂടി ഉള്ളതുകൊണ്ട് മിനിമം സ്റ്റോക്ക് എല്ലാ ബ്രാഞ്ചിലും കീപ്പ് ചെയ്യുന്നുണ്ട്. അവിടെയും ഡെഡിക്കേറ്റഡ് ആയ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവിടെയും സ്റ്റാഫുകളുണ്ട്. കൂടാതെ ഇപ്പോൾ കറണ്ട് അറിയാലോ എല്ലാ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് 24 hour. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ നല്ല രൂപത്തിൽ കസ്റ്റമർക്ക് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ അജണ്ട. നമുക്ക് മെയിനായിട്ട് സർവീസിങ്ങും ഉണ്ടോ അല്ലേ സാറേ? നല്ല സർവീസ്. അതായത് നമ്മൾ വിൽക്കുന്ന മെഷീൻസ് ഉൾപ്പെടെ അല്ലാണ്ട് പുറത്തുനിന്ന് വരുന്ന മെഷീൻസ് ആണെങ്കിലും നമ്മൾ സർവീസ് ചെയ്യുന്നു. അതുപോലെ ബൈബാക്ക് പഴയ മെഷീൻസിന് അതിനെടുത്തിട്ട് നമുക്ക് നല്ല അപ്ഡേറ്റഡ് ആക്കിയിട്ട് മാറ്റി കൊടുക്കുക. ഇതൊക്കെ നമ്മളൊരു അഡ്വാൻറ്റേജാണ്. ഈ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് രംഗത്തെ പ്രഗത്ഭനായ ഒരു വ്യക്തി എന്ന രീതിയിൽ ചോദിക്കുകയാണ്, ഇതൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്? മെയിൻലി നമ്മളിപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റ് സൈഡിൽ നമ്മൾ പറയുകയാണെങ്കിൽ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഒരു വൺ ടൈം പർച്ചേസാണ്. അത് ലോങ് ടൈമിലേക്കുള്ള ഒരു അസറ്റായിട്ട് നമ്മൾ കാണാം. അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ സർവീസാണ് അതിലിപ്പോൾ നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടി. ഇപ്പോൾ നമ്മൾ IVD-യിലാണെങ്കിൽ ഇപ്പോൾ ഡയഗ്നോസ്റ്റിക് ഇൻഡസ്ട്രിയിൽ നമ്മൾ എല്ലാ മെഷീൻസിനും നമ്മൾ 5 year വാറണ്ടി കൊടുക്കും. 5 year വാറണ്ടി എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോൾ ഒരു AMC ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് അല്ലെങ്കിൽ CMC അങ്ങനത്തെ കോസ്റ്റൊന്നും വരുന്നില്ല. ഈ 5 വർഷത്തെ ഈ കോസ്റ്റിൻ്റെ മതി ഈ എക്യുപ്മെൻറ്റ്സ് 3 വാങ്ങിക്കാനുള്ള കോസ്റ്റ്. അപ്പോൾ അത് നല്ല ഈ വാറണ്ടി എന്നാണ് അതിൽ കീ ഹൈലൈറ്റ് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യം. സർവീസ് ഇല്ലാണ്ട് നമുക്കൊന്നും സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് നന്നായി കൊടുക്കുക. അത് വരുന്ന കസ്റ്റമേഴ്സിനാണെങ്കിലും അത് ചോദിച്ച് വാങ്ങിക്കുക. അതിലിപ്പോൾ ഓൺലൈനിലാണെങ്കിലും ഒരു സർവീസ് ഗ്യാരണ്ടിയോ കാര്യങ്ങളോ ഈവൺ ഇൻസ്റ്റലേഷൻ പോലും പ്രോംപ്റ്റ് അല്ല പല കാര്യങ്ങളും. നമ്മൾക്ക് തന്നെ എത്രയോ ഇൻസിഡൻസ് ഉണ്ട്. പല ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് വാങ്ങിച്ചാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു എത്രയോ ആൾക്കാരുണ്ട്. നമ്മൾ വാങ്ങിച്ച് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ബൈബാക്ക് ചെയ്തിട്ട് പുതിയ നല്ല അപ്ഡേറ്റ്. ഞാൻ മുമ്പേ പറഞ്ഞാൽ ഓൺലൈനിലൊക്കെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്, പക്ഷേ അതൊക്കെ ആളുകൾ വഞ്ചിതരാകുകയാണ്. കൂടുതലും പ്രൈസിങ് ആണ് അല്ലാതെ ഒരു കാര്യം. നമ്മൾ അതിനാണ് ഈ ക്വാണ്ടിറ്റി ഓറിയന്റഡ്. ഇപ്പോൾ ഓൺലൈനിലെ പ്രൈസിനേക്കാളും താഴ്ത്തിയിട്ട് നമുക്ക് ഇപ്പോൾ കറന്റ് കൊടുക്കാൻ പറ്റുന്നത്. പക്ഷെ അത് ഇവിടെ വരുന്നവർക്കേ അറിയാൻ പറ്റുന്നുള്ളൂ അതിനെക്കുറിച്ച്. നമുക്ക് ഓർഡറുകളൊക്കെ ഓൺലൈനിലും ഓഫ്ലൈനിലും ഓൺലൈനിൽ നമ്മൾ അതിൻ്റെ ഓൾറെഡി അണ്ടർ കൺസ്ട്രക്ഷനിലാണ്, ഓൾമോസ്റ്റ് ഫിനിഷ് ആയി. ഈ മാസത്തോടെ അത് ഫിനിഷിംഗ് ആവും. നമ്മൾ ഇവിടത്തേക്ക് മാറിയിട്ട് ഏകദേശം 4 മാസമേ ആയിട്ടുള്ളൂ. ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജർ സജോഷ് സാറാണ് എന്നോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരമുണ്ട്. നമസ്കാരം. കേരളത്തിലെ ഒരുപാട് മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ വിൽക്കുന്ന സ്ഥാപനമുണ്ടെങ്കിലും അതൊക്കെ മേലെയാണ് ടോപ്പായിട്ടാണ് നമ്മുടെ ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇതിന്റെ രഹസ്യം എന്താണ്? ഒന്നുമില്ല, നമ്മൾ ബാക്കി പറയുന്ന പോലെ തന്നെ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് ഈ കേരളത്തിൽ. അപ്പം നമ്മൾ കുറച്ചുകൂടി സർവീസ് ഓറിയന്റഡ് ആണ്. അതായത് നമ്മൾ വാങ്ങിക്കുന്ന സാധനം നമ്മൾ 100% ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ആഫ്റ്റർ സർവീസ് അതാണ് കസ്റ്റമർക്ക് നമ്മൾ കസ്റ്റമർക്ക് വേണ്ട ഒരു കാര്യമാണ്. ആഫ്റ്റർ സർവീസ് അത് പ്രോപ്പറായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് സർവീസിൻ്റെ ഒരു വിങ്ങായിട്ട് ടീമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ശരി. എനിക്ക് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അതേപോലെ ഈ മോസ്റ്റ് മോഡേൺ എക്യുപ്മെന്റ്സുകളുടെ വില കുറവും അതൊരു പ്രധാന ഘടകമാണ്. എന്തായാലും ക്വാണ്ടിറ്റിയും ക്വാളിറ്റി ഒന്നും വ്യത്യാസമില്ലാതെ കോംപ്രമൈസ് നമ്മൾ ഇല്ല. അതാണ് നമ്മളൊരു വിജയം ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും ആ വിജയത്തിൽ അങ്ങനെ മുന്നേറട്ടെ. എന്തായാലും നന്നായിട്ട് പോട്ടെ. ആശംസകൾ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന മെഡിക്കൽ എക്യുപ്മെൻസുകളല്ലാതെ പുറത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും നല്ല മെഡിക്കലായ ടെക്നീഷ്യന്മാരും റെഡിയാണ്. അവരുടെ സർവീസിങ് നമുക്ക് ലഭിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സർവീസ് ചെയ്യാൻ ഉള്ളത്? നമ്മൾ മെയിനായിട്ട് ചെയ്യൽ എല്ലാ ലബോറട്ടറി എക്യുപ്മെൻസും ആണ്. അതുകൂടാണ്ട് നമ്മൾ ഹോം കെയർ പ്രൊഡക്ട്സ് ചെയ്യുന്നുണ്ട്, സർജിക്കൽ ഐറ്റംസ് ചെയ്യുന്നുണ്ട്, പിന്നെ ബാക്കി ഹോസ്പിറ്റൽ എക്യുപ്മെൻസും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ എല്ലാ സർവീസും നമ്മൾ ഫുൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കും. ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് വരുന്ന എല്ലാ സർവീസിങ് ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എല്ലാ സ്ഥലത്തും സർവീസ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. കൂടാതെ അടുത്തുള്ളതെല്ലാം നമ്മൾ ഇവിടെ തന്നെ ഇൻഹൗസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ 5 ബ്രാഞ്ചസ് ഉണ്ട് നമുക്ക്. അപ്പം പല ബ്രാഞ്ചിലും പല സർവീസ് എഞ്ചിനീയേഴ്സ് ആയിരിക്കും. കോമൺ ആയിട്ട് ആളുകൾക്കുള്ള ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ്. നമ്മളിപ്പം ഈ ഓൺലൈൻ രംഗമാണ് കൂടുതലും വിപുലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഓൺലൈനിലേക്ക് ഒരുപാട് മെഡിക്കൽ എക്യുപ്മെൻസുകളുണ്ട്.
അപ്പം അത് വാങ്ങിച്ച് വഞ്ചിതരാകുന്നവരുമുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത? നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുന്ന എന്ത് പ്രൊഡക്ട്സിനായാലും നമ്മൾ ഫുള്ളി ഗ്യാരണ്ടീഡ് ആണ്. ശരി. അപ്പോൾ ഏത് പ്രൊഡക്ട്സ് വാങ്ങിച്ചാലും ഇപ്പം റീപ്ലേസ്മെന്റ് ആണെങ്കിൽ അങ്ങനെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ടാലന്റഡ് ആയിട്ടുള്ള കുറേ എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഇപ്പം സർവീസ് ചെയ്ത് മാറ്റാവുന്നതാണെങ്കിൽ അവർ സർവീസ് ചെയ്യും. ഇത് പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റീപ്ലേസ്മെന്റ് കൊടുക്കുന്നത്. ശരിക്കും എനിക്ക് ഇവിടെ വന്നതിൻ്റെ മനസ്സിലായ കാര്യം മെഡിക്കലായ ടെക്നീഷ്യന്മാർ, അതുപോലെ തന്നെ ഒരു സർവീസ് വിങ്, മനോഹരമായ ഓഫീസിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രശസ്തമായൊരു സ്ഥാപനം. അപ്പോൾ അതൊരു വിശ്വസനീയമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതാണ് പ്രത്യേകത. അപ്പോൾ ഇവിടെ വന്ന് തന്നെ ഐറ്റംസ് മേടിക്കണം നമ്മളല്ലേ. അപ്പോൾ ഓൺലൈനിലൊന്നും നമ്മൾ വഞ്ചിതരാകരുത്. ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ തന്നെ വന്ന് നമുക്ക് കാര്യങ്ങൾ ഓൺലൈനിൽ അവർ തരുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് എക്യുപ്മെൻറ്റ്സ് അവർ തരുന്നുണ്ട്. റെപ്യൂട്ടഡ് ഫേം തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ വെയർഹൗസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഇവിടെ ഞാനൊരു സംശയമാണ്. നമ്മളിപ്പം ഈ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സുകൾ എന്ന് പറയുന്നത് എമർജൻസിയായി ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ എത്തിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന, സംക്രാന്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കമ്പനി കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ എങ്ങനെയാണ് എത്തിക്കാൻ സാധിക്കുക? നമുക്ക് കമ്പനി തന്നെ ഓണായിട്ട് വെഹിക്കിൾസ് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് 5ഓളം ബ്രാഞ്ചുകളാണ് ഉള്ളത്. സോ നമുക്ക് കൊറിയർ സർവീസും അതിലുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ എമർജൻസി ആണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാനും, ഇൻ കേസ് കൊറിയർ ആണെങ്കിൽ തന്നെ ഇന്ന് ഓർഡർ ചെയ്യുവാണെങ്കിൽ നാളെ തന്നെ എത്തിക്കാനായിട്ടുള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ട്. എമർജൻസി കേസ് പറഞ്ഞാൽ നമ്മൾ അടിയന്തരമായി എത്തിച്ചു കൊടുക്കും അല്ലേ? എമർജൻസി പറയുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ എത്തിച്ചു കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. അതാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയം. അതെ, താങ്ക് യു. ഞാനിപ്പോൾ ഉള്ളത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സർജിക്കൽ സെക്ഷനിലാണ്. ഇവിടെ ഒരുപാട് നമുക്ക് അത്യന്താപേക്ഷിതമായ പ്രൊഡക്റ്റുകൾ, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സുകളാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ഓരോന്നും നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മൾ ആദ്യം കാണുന്ന ആ സെക്ഷൻ ഏതാണ്? അതിലിപ്പം വെയിങ് സ്കെയില്, പിന്നെ അതുപോലെ തന്നെ ഡയപ്പേഴ്സ് ഉണ്ട്. അതിപ്പോൾ അഡൾട്ടിൻ്റെ ആണെങ്കിലും കുട്ടികൾക്കുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ ഗ്ലൗസ്, മാസ്ക്, പിന്നെ ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ വൈപ്സ്, പിന്നെ ഇവിടെ ഉണ്ട് എന്താ പറയുക സ്റ്റെതസ്കോപ്പ് ഉണ്ട്. അതും പ്രീമിയം ബ്രാൻഡ് തന്നെയാണ് നമുക്കുള്ളത്. അവിടെ നമുക്ക് നെബുലൈസർ, വെയിങ് സ്കെയില്, പിന്നെ ഗ്ലൂക്കോമീറ്റർ ഉണ്ട്, ഗ്ലൗസ്, മാസ്ക്, പിന്നെ പാമ്പേഴ്സ് ഉണ്ട്. മീൻസ് അഡൾട്ടിൻ്റെ ഉണ്ട്, കുട്ടികളുടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഈ സെക്ഷനിലോട്ടാകുമ്പോൾ വൈപ്സ്, പിന്നെ ഡൈന എന്ന് പറഞ്ഞ കമ്പനിയുടെ സപ്പോർട്ട്, നീ സപ്പോർട്ട്, ഷോൾഡർ, അത് ലിറ്റ്മാൻ്റെ സംബന്ധമായ എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഹോൾസെയിലായിട്ടും ഉണ്ടോ അതോ റീറ്റെയിലായിട്ട് അങ്ങനെയുണ്ടോ? രണ്ട് ചെയ്യുന്നുണ്ട്. ശരി. ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സുകൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഇവിടെ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സുകളാണ് മാം ഉള്ളത്? ഇവിടെ നമുക്ക് ഒരു ലാബിലോട്ട് വേണ്ട, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ലാബിലോട്ട് വേണ്ട എല്ലാ A to Z ലാബോറട്ടറി എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ട്. സിറിഞ്ച് മുതലുണ്ടാവും അല്ലേ? അതെ, സിറിഞ്ച് മുതൽ A to Z എല്ലാ കാര്യങ്ങളുണ്ട്. പിന്നെ ഓട്ടോമേറ്റഡ് മെഷീൻ, ഫുള്ളി ഓട്ടോമേറ്റഡ്, സെമി ഓട്ടോമേറ്റഡ് മെഷീൻ ഉൾപ്പെടെ, മെഷീനിൽ ഉപയോഗിക്കുന്ന റിയേജൻസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഒരു മോർ ദാൻ 32 കമ്പനീസ് മുകളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ റിയേജൻസും കാര്യങ്ങളും ഒക്കെ എല്ലാ ഹോസ്പിറ്റലിലേക്കും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സപ്ലൈ ഉണ്ട്. ഇന്നിപ്പോൾ ഓർഡർ ഇട്ടാലും നമുക്ക് നാളെ സപ്ലൈ ചെയ്യാവുന്ന രീതിക്ക് എല്ലാ സംവിധാനങ്ങളും നമുക്കിവിടെ ഉണ്ടല്ലേ. ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ബയോമെഡിക്കൽ ട്രെയിനിങ് സെൻറ്ററിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. അപ്പോൾ നമ്മൾ ബയോമെഡിക്കൽസ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക്, സ്റ്റുഡൻസിന് നമ്മളിവിടെ ട്രെയിനിങ് കൊടുക്കുന്നതാണ്. അത് എത്ര ദിവസമാണോ? അതിപ്പോൾ ഒരു 45 ഡേയ്സ് വെച്ചിട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. നമ്മുടെ തന്നെ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. പിന്നെ നമുക്കിവിടെ പ്രാക്ടീസിനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ പുറത്ത് നമ്മളിവിടെ പഠിക്കുന്ന, അതായത് ജോലി ചെയ്യുന്ന ബയോമെഡിക്കൽസുമായിട്ട് ഫീൽഡിൽ പോയി ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ കാലിബ്രേഷൻ്റെ കാര്യങ്ങൾ എന്താണ്? കാലിബ്രേഷൻ നമ്മുടെ എക്യുപ്മെന്റ്സിനായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കാലിബ്രേഷൻ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മളിവിടെ. പിന്നെ നല്ല ട്രെയിനിങ്സും ഇന്റേൺഷിപ്പ് പ്രോഗ്രാമായിട്ട് തന്നെയാണ് സ്റ്റുഡൻസിനൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ, ലോകത്തെല്ലാം അറിയപ്പെടുന്ന സ്ഥാപനമായി ഇത് വളരുവാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്ലോബലിലേക്ക് ദുബായിലേക്ക് കോർപ്പറേഷൻ്റെ പ്ലാനിങ്ങിലാണ്, ഓൾറെഡി കൺസ്ട്രക്ഷനാണ്. പിന്നെ നമ്മൾ ഓൺ പ്രോഡക്റ്റ് 3-4 ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് വരുമ്പോൾ പാൻ ഇന്ത്യ എന്തായാലും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇതെല്ലാം അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ഫ്യൂച്ചർ പിന്നെ ബേസിക്കലി ഞാൻ ഈ പ്രൊഫഷനിൽ നിന്നുള്ള ആളാണ്, ലാബ് ഫീൽഡാണ്. 17 വർഷമായി. അപ്പോൾ എല്ലാം നമ്മൾ ഇതിൽ ഡെഡിക്കേറ്റഡ് ആണ്. അതുപോലെ ഞങ്ങളുടെ സ്റ്റാഫുകളെല്ലാം ഫീൽഡിൽ പോകുന്ന എല്ലാ സ്റ്റാഫുകളും ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സാണ്. നമ്മൾ ഓരോ വർഷം അവരെ ക്യാമ്പസിന് റിക്രൂട്ട് ചെയ്ത് അവരെ
ട്രെയിൻ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് അതിലിപ്പോൾ നമ്മളൊരു ബാച്ചിൽ എടുക്കുമ്പോൾ 20 to 30 പീപ്പിൾസിന് ഒരു വർഷം നമ്മളെടുക്കും. അതിലൊരു 10-15 ആൾക്കാരെ നമുക്ക് മുന്നോട്ട് പോകും. ബാക്കിയുള്ള ആൾക്കാർ ഒന്നിക്കില്ല ഹയർ പ്രൊജക്റ്റിലേക്കോ അല്ലെങ്കിൽ PG ചെയ്യാനോ എന്തെങ്കിലും പോകും. പക്ഷേ അവർ നമ്മൾ വാർത്തെടുക്കും, അവർക്ക് എല്ലാവിധ കൊടുക്കും. ഫ്യൂച്ചറിൽ നമ്മൾ തന്നെ അവർക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കും പല കമ്പനീസിലായി മാറി. അതുകൊണ്ട് എല്ലാ വിധത്തിലും നമുക്ക് നല്ല കോൺടാക്ട്സ് ആണ്. അപ്പോൾ എന്തായാലും വിശദമായ കാര്യങ്ങൾ പറഞ്ഞു, പ്രത്യേക നന്ദി. തീർച്ചയായും താങ്ക് യു. അപ്പോൾ ആരോഗ്യ രംഗത്തെ ആധുനികവൽക്കരണത്തിന് പത്രമാകുന്ന മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് വിപണന രംഗത്ത് ഏറെ പ്രശസ്തമായ, കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. ബഹുമാന്യനായ CEOയ്ക്കൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.